ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്കിന്ന് ഇഡ്ഡലിക്കും ദോശക്കും കൂട്ടാൻ പറ്റിയ ഒരു ചട്നി തയ്യാറാക്കാം. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, ഒരു 10-12 ചെറിയുള്ളി ഉണ്ട്, ഒരു 2-3 മല്ലിയില എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്. ഇത് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക്, അതുകൊണ്ടാണ് ഒന്നെടുത്ത. പിന്നെ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 വറ്റൽ മുളക്, പിന്നെ കുറച്ച് കരിവേപ്പില. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ട് ചതച്ചിട്ട് വരാം. ഉഴുന്ന് പരിപ്പ് നമുക്ക് കടുക് വറുക്കുമ്പോൾ ഇടേണ്ടതാണ്. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് മിക്സിയിലിട്ട് ചതച്ചിട്ട് കൊണ്ടുവരാം. കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഇട്ട് കൊടുക്കാമേ. ഇനി നമുക്ക് ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. പരിപ്പ് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം ഇത് കുറച്ച് സമയം ഒന്ന് തണിയട്ടെ. ലേശം ഒന്ന് തണിഞ്ഞിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം കൂട്ടുകാരെ, ഇതൊന്ന് ആറി വന്നിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ചാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി അതിൽ മിക്സ് ചെയ്ത് ഉപ്പ് ചേർക്കാം. വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളെപ്പോഴെങ്കിലും ഇങ്ങനെ ചട്നി ഉണ്ടാക്കി നോക്കിനാ? ഒരു ദിവസം ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കി. നമ്മൾ കടകളിലെല്ലാം കിട്ടുന്ന ചട്നീൻ്റെ അതേ ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെയാണ് ചട്നി ഉണ്ടാക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കൂട്ടുകാരെ, നമ്മളെ ചട്നിയും ഇഡ്ഡലിയും സാമ്പാറും ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇഡ്ഡലി കണ്ട, നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി. ഇത് നമ്മളെ റേഷനരി കൊണ്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് വെക്കാം. രണ്ടാളും വന്നിട്ടുണ്ട്. അപ്പോൾ ഓലിക്ക് തന്നെ കൊടുക്കാം നമുക്ക് ആദ്യം. പറയണേ കൂട്ടുകാരോട്. ആരോഗ്യമുണ്ടേ? വേണ്ട ഇഡ്ഡലി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.